മാനസിക സമ്മർദ്ദം കൂടി, ആങ്സൈറ്റി കൂടി നടു റോഡിലിറങ്ങി നമ്മുടെ സജന നൂറ് കുറേ കസർത്തുകളൊക്കെ കാണിച്ചു നോക്കി. അങ്ങനെ മാനസിക രോഗത്തിന്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ആളെ പിടിച്ചു കെട്ടി, ഡോക്ടറെ വിളിച്ചു. നടു റോഡില് ഇവള് കാണിച്ചു കൂട്ടിയ കസർത്തുകള് ദിയാസനയെ വിളിച്ചിട്ട് റസൂൽ പൂക്കുട്ടി പറയുന്നുണ്ട്. ഇവിടെ കക്ഷി നിൽക്കാൻ പറ്റാത്ത മറിഞ്ഞു വീണ റോഡിൽ ആൾക്കാരെല്ലാം കൂടെ കൂടി അവിടെ നിന്ന് വക്കീൽ കസേരയിൽ ഇരുത്തി ഡോക്ടർ അവിടേക്ക് വിളിച്ചു വരുത്തി, നടു റോഡിൽ വിളിച്ചു വരുത്തി BP ഒക്കെ ചെക്ക് ചെയ്തപ്പോൾ പക്ഷേ ആങ്സൈറ്റി ആണെന്ന് പറഞ്ഞു. അവിടുന്ന് ഒരു ഇഞ്ചക്ഷൻ കൊടുത്തു. അവിടെ തിരിച്ച് ഞങ്ങൾ പൊക്കിയെടുത്ത് വീട്ടിൽ റൂമിൽ സ്റ്റുഡിയോ കൊണ്ടുവന്നിട്ടുണ്ട്. 6:30 ഫ്ലൈറ്റിലേക്ക് ട്രിവാൻഡ്രത്തേക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്. സ്റ്റുഡിയോയിൽ ഇതാണ് പരിപാടിയില്ലേ? വലിയ സൗണ്ടിന്റെ കുണാണ്ടറാണ്, ഓസ്കാർ വിന്നറാണ് സ്റ്റുഡിയോക്ക് നടക്കുന്ന പരിപാടി. എന്നാലും ഈ പ്രതിസന്ധികൾക്കിടയിലും ഈ പരിപാടികൾക്കിടയിലും താൻ ഓസ്കാർ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ ഇന്ത്യക്ക് വേണ്ടി. അത് ആലോചിക്കുമ്പോഴാണ് സമാധാനം. എല്ലാം നമ്മുടെ നാടിന്റെ പുരം. അല്ല, ഇപ്പൊ സാറിന്റെ അടുത്തുണ്ടോ? പക്ഷെ നിങ്ങൾ സംസാരിക്കണ്ട. ഞാൻ ചിരിക്കാൻ കാരണം തന്നെ, സോറി, ഞാൻ ഇവന്റെ അവസ്ഥ ആലോചിക്കുക. വലിയ ഓസ്കാർ ജേതാവാണ്. പുറത്തേക്ക് എല്ലാരും ഇപ്പൊ ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് നടക്കണത്, മറ്റേ സാധനം ആ കുണാപ്പൊക്കെ പൊക്കി പിടിച്ച് നടക്കുന്നതാണ് നമ്മളോ മനസ്സിൽ വരിക. ആ കൂട്ടത്തില് ഏതോ ഒരു സ്ഥലത്ത് ഒരു സ്റ്റുഡിയോയിൽ ഇത്രയും വലിയൊരു മ്യൂസിക് ഡയറക്ടർ ഒരു പെണ്ണ് കാരണം ഓളിങ്ങനെ ഭ്രാന്ത് പിടിച്ച് നടക്കുക. സജിന ഇയാള് കിടന്നിങ്ങനെ ഭയങ്കര കോമഡി. നിങ്ങൾക്ക് ചിരി ഒന്നും നിൽക്കാറില്ല, പക്ഷെ എനിക്കത് സത്യം പറഞ്ഞ അവസ്ഥ ആലോചിച്ചിട്ടേ ചിരിക്കണം. നമ്മൾ ഇവരൊക്കെ കളിയാക്കി ചിരിക്കണം. കാരണം അങ്ങനത്തെ ചെയ്തികളാണ് ഇവരൊക്കെ കാണിച്ചു കൊടുക്കുന്നത്. ഞാൻ അപ്പോഴും റെഫർ ചെയ്യുന്നത് ഇവന്റെ ഭാര്യനെയാണ്. സമയത്ത് അവൾ എന്റെ അടുത്തുണ്ടോ എനിക്ക് റിലേഷൻഷിപ്പ് തുടരണ്ട, എനിക്ക് 3 കോടി മതി. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞത്, അവളോട് പറഞ്ഞു, നീ പ്രശ്നം ഉണ്ടാക്കല്ലേ, അവർക്ക് ഏതെങ്കിലും രീതിയിൽ വല്ലത് പറ്റിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ സമാധാനം പറയേണ്ടി വരും. എന്റെ പൊന്നു മോളെ, നീ കാല് പിടിച്ച് പറയണം, നീ വാന്ന് പറഞ്ഞു പറയണം. അവർ മരിച്ചാലും എനിക്ക് പ്രശ്നമില്ല. ഈ 2 സ്റ്റേറ്റ്മെന്റ് കേട്ടതോട് കൂടി ഞാൻ അവളുടെ മനസാക്ഷിയെ ഞാൻ ഏത് അവസ്ഥ ആരായിരുന്നു? ദിയാണ് സംസാരിക്കുന്നത്. ദിയ ശബ്ദം ഉണ്ടാക്കും കേട്ടല്ലേ? നിങ്ങൾ ഫോൺ വെക്കും. ഞാൻ ഇപ്പൊ ഏത് അവസ്ഥയിലാണ് തിരിച്ചിവിടെ കൂടെ കൊണ്ടുപോയി നിങ്ങളിപ്പോ സമാധാനമായിട്ടിരിക്കും. ഞാനൊരു കാര്യം പറയട്ടെ, ഇവള് കിടന്ന് കാണിക്കുന്ന സാധനത്തിനകത്ത് നിങ്ങൾ വീണ്ടും നിന്ന് കൊടുക്കണം. നിങ്ങൾ ഓൾറെഡി ഇപ്പൊ പ്രശ്നത്തിലായിട്ടുണ്ട്. നിങ്ങൾ അവളെ വഴിക്ക് വിട്ടിട്ട് അവളെ കയറ്റി വിടാൻ നോക്കും. നിങ്ങൾ കാര്യം നോക്കും. ഇതിൽ എന്തെങ്കിലും സംഭവിച്ചാലും അത് ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാർ സന്നദ്ധനായിട്ട് നിൽക്കുക. ഈ സന്നദ്ധനായി നിൽക്കേണ്ട സാറ് ഓസ്കാറാണ്, പൂക്കുറ്റി. ഇത്രയും വൃത്തികെട്ട ഒരുത്തൻ, ഞാൻ പറയാതിരിക്കാം, ഇത്രയും വൃത്തികെട്ട ഒരുത്തൻ, അതിന്റെ കൂടെ കൂടിയ സ്ത്രീ, വളരെ മോശമായിട്ടുള്ള ഒരു വിഷയം. അതുകൊണ്ട് കുഴപ്പമില്ല. പൂക്കുറ്റിക്ക് ഒരു കളിക്ക് 3 കോടി എന്ന നിലയില് നല്ല രൂപത്തില് പണം പൊട്ടിയിട്ടുണ്ട്. അപ്പൊ ചേച്ചി പറ. ഭാര്യ മക്കളെ എല്ലാം അണ്ടർസ്റ്റുഡ് മനസ്സിലായി. പിന്നെ നിർബന്ധമായിട്ട് എടുക്കുന്നു. എനിക്ക് അതായത് ഞാൻ ഇവിടെ ഇത്രയും വിഷയം ഉണ്ടാക്കി എന്റെ കുടുംബം പ്രശ്നമാക്കി. ഇതിനോടാണ് ഉള്ള കാര്യങ്ങൾ ഇവിടെ മെസ്സേജ്. പിന്നെ ഇവിടുത്തെ കാണുന്ന പരിപാടികളല്ല. ഞാൻ അടുത്തുള്ള ആൾക്കാരൊക്കെ ബന്ധങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് സമയം എന്താ ഒരു ദിവസം ഇടാൻ പറ്റുന്നത് കൂടുതൽ സെറ്റിൽ സമയമില്ല. കളിച്ചു തോന്നുന്നുണ്ട്. ലോകത്തിന്റെ ഓർമ്മ ഇപ്പൊ ഇതൊരു സിറ്റുവേഷൻ എത്തിയിരിക്കുകയാണ്. നമുക്ക് പോകാൻ പറ്റില്ല. ഇത് കണ്ടിന്യൂ പറ്റില്ല. ബോംബെയില് ഇവളെ കൊണ്ടുപോയി പൂക്കുറ്റിയുടെ വീട്ടിൽ കിടന്ന് മാക്സിമം ബഹളം ഉണ്ടാക്കി, എല്ലാം അടിച്ച് പൊളിച്ച് വീട് മട്ടിച്ച് തകർത്ത് കുറെ ഭ്രാന്തൊക്കെ കാണിച്ച് ഇപ്പൊ തന്നെ നിങ്ങളുടെ ഭാര്യയോട് ഞാൻ ഗർഭിണിയാണ് എന്നുള്ള വിവരം പറയണം, അതല്ലെങ്കിൽ എനിക്ക് 3 കോടി രൂപ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കിടന്ന് പരമാവധി അട്ടഹാസം ഉണ്ടാക്കി.
എങ്ങനെ പിണങ്ങി വരുന്നു പിണങ്ങി എന്നുള്ളതിനെ പറ്റിയിട്ട് ഞാൻ നിങ്ങൾക്ക് മുന്നോട്ട് പറയാം. അങ്ങനെ ബോംബെയിൽ വെച്ചിട്ട് ഇയാളെ വിളിക്കുന്നു, ഇയാൾ പാനിക്കാവുന്നു, ഇയാൾ ഭയങ്കര വിഷമം പറയുന്നു, സജനേനെ വിളിക്കുന്നു. ഞങ്ങള് അന്നൊക്കെ സുഹൃത്താണ്. അവളെ ഫോൺ വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, നീ ഇങ്ങനെ ചെയ്യരുത്, നീ ഇങ്ങനെ റസൂൽ പൂക്കുറ്റി പറഞ്ഞു അയാളുടെ ഭാര്യയ്ക്ക് നീ മെസ്സേജ് അയച്ചു എന്ന്, അപ്പം നീ അത് ചെയ്യരുത്, അവർക്ക് ബ്രെയിൻ ട്യൂമർ ബ്രസ്റ്റ് ക്യാൻസർ ആയിട്ടൊക്കെ ഇരിക്കുന്ന ഒരു സ്ത്രീയാണ്, അവർക്ക് എന്തെങ്കിലും പറ്റി വരും സജന, നീ ഇങ്ങനെ ചെയ്യില്ല, നീ എത്രയും പെട്ടെന്ന് നിങ്ങൾ വാന്ന് പറഞ്ഞു അവളെ കാല് പിടിച്ചിട്ട് ഞങ്ങൾ വിളിക്കുക അവളെ. അപ്പൊ അവൾ എന്റെ അടുത്ത് പറയാണ്, എനിക്ക് അവര് മരിച്ചാലും വേണ്ടൂല, എനിക്ക് എന്റെ ജീവിതം സേഫ് ആക്കിയാൽ മതി, എനിക്കിപ്പം ഷാദിത്തയുടെ കാര്യം അറിയേണ്ട കാര്യമില്ല. ആലോചിച്ച് നോക്കണം, ഒരു ഭാര്യ ഉള്ള ഒരാള് അയാള് വേറൊരാളിന്റെ അടുത്ത് റിലേഷൻഷിപ്പ് വയ്ക്കുന്നു. ഈ സ്ത്രീ ആ ഭാര്യ ആയിട്ടുള്ള ആ സ്ത്രീക്ക് ഒരു കൺസേണും കൊടുക്കാതെ അവർ ചത്താലും കുഴപ്പമില്ല, അവർ ചാവണം എന്നുള്ളതാണ് അവളുടെ ആഗ്രഹം. എന്നിട്ട് അവൾക്ക് അയാളുടെ ലൈഫിൽ കയറി പോകണമെന്ന്. എങ്ങനെയാണ് ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ എനിക്ക് ഈ ഒരു വിഷയത്തെ ഉൾക്കൊള്ളാൻ പറ്റുന്നത്? ആ സ്ഥാനത്തേക്ക് വരണം, മരിച്ചാലേ എനിക്ക് അതിന് സൗകര്യം കിട്ടണമെന്നുള്ള ഒരു സ്ത്രീയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതൊന്ന്. രണ്ടാമത്തെ, ഞാൻ അപ്പോഴും പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഇരുന്നോണ്ട് പറഞ്ഞു, ഇത് ഫിറോസൊക്കെ വല്ല അറിഞ്ഞാലുണ്ടല്ലോ, ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് നിങ്ങൾ ഡിവോഴ്സ് ആയിട്ടില്ല എന്നുള്ളത്. ഡിവോഴ്സ് ആവാതെ നീ ഇത്തരം വിഷയങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് ഫിറോസൊക്കെ വല്ല അറിഞ്ഞാലുള്ള ഭവിഷ്യത്തിനെ പറ്റി നീ ആലോചിച്ച് നോക്കിയിട്ടുണ്ടെന്ന് വെച്ചാൽ പറയുന്നത്. എനിക്ക് അവനെ പറ്റിയിട്ട് ഒരു ചുക്കും അറിയേണ്ട കാര്യമില്ല. അവൻ എന്റെ കുഞ്ഞിനെ അബ്യൂസ് ചെയ്തു എന്നുള്ളത്, അതായത് കുഞ്ഞിനെ അബ്യൂസ് ചെയ്തു ഫിസിക്കലി പറഞ്ഞ് ഞാൻ കേസ് കൊടുക്കും അവനെതിരെയെന്ന് അവൾ എന്റെ അടുത്ത് പറഞ്ഞതാണ്. ഞാൻ മൈനറായി നിൽക്കുന്ന സാഹചര്യങ്ങൾ അവിടെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ സ്ത്രീ എന്റെ അടുത്ത് പറഞ്ഞ ഈ വിഷയത്തെ ഞാൻ വളരെ ഗൗരവമായിട്ട് കാണുകയും എനിക്ക് ആകെ ഷോക്കാവുകയും ഞാൻ മാനസികമായിട്ട് നല്ല ബുദ്ധിമുട്ടാവുകയും നല്ല രീതിയിൽ ചീത്തവിളിയെന്ന് മാത്രമല്ല, ഞാൻ ആകെ ഷോക്കായിട്ട് ഞാൻ തരിച്ചിരുന്നു പോയി. അതുവരെ മോനെ 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 എന്ന് വിളിക്കുന്ന ഒരു സജനയാണ് എനിക്ക് അറിയുന്നത്. ഒന്ന് ആലോചിക്കണം, സ്വന്തം കുഞ്ഞിനെയാണ് അവൻ എന്റെ അടുത്ത് ഇത് പറയുന്നത്. ഇത് കേട്ടവരും അറിഞ്ഞവരും ഇതേ വർത്താനം പറഞ്ഞവരുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ സീക്രട്ട് ആയിട്ട് സായി അടുത്ത് നിങ്ങൾ ചോദിച്ചു നോക്കി, ഇതേ കാര്യം അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ പോലും ഞാൻ CWCക്ക് ഫിറോസിക്കാക്കെതിരെ വേറെ 17 വയസ്സായ ഒരു കുട്ടിക്കെതിരെ വെച്ച ഒരു അലിഗേഷൻ ഉണ്ട്. അതിനെതിരെ ഞാൻ പരാതി കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അത് തെളിയിക്കണം. ഇല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ സജന പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വന്ന് അത്തരത്തിലുള്ള അലിഗേഷൻ നടത്തിയതിന് പറയണം. ഇനി ഞാൻ ഫൈറ്റ് ചെയ്യാൻ തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഞങ്ങൾ അത് വിശ്വസിക്കാത്തതെന്ന് ചോദിച്ചാൽ, സജന എന്നോട് സ്വന്തം മകളെ പുള്ളി ഉപദ്രവിച്ചു എന്നുള്ള സംഭവം പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കണം. എന്നിട്ട് വീണ്ടും എടുത്ത് ചോദിച്ചപ്പോൾ ഫിസിക്കലി അല്ല, അത് പിന്നെ ഞാൻ അത് വലിയ ട്രിഗറായി സംസാരിക്കുമ്പോൾ ഇല്ല, ഫിസിക്കലി അല്ല, അത് മെന്റലി ഇവള് പറഞ്ഞതാണ്. ഒന്ന് ആലോചിക്കണം. അപ്പൊ അവൾ എന്തിനും മടിക്കത്തില്ല. അങ്ങനെ ഒരു സ്ത്രീ എങ്ങനെ സൗഹൃദത്തിൽ തുടരും? ഇങ്ങനെയാണ് ഞാൻ അവളായിട്ട് തെറ്റുന്നത്. സുഹൃത്തുക്കളെ, ഞാൻ ഉള്ള കാര്യം പറയാം. ഞാൻ നല്ല വൃത്തിക്ക് തെറി വിളിച്ചു. ഇനി ജന്മത്തിന്റെ അടുത്ത് വന്ന് ഞാൻ കാലേ വരെ തറയിലടിക്കുമെന്ന് തന്നെ പറഞ്ഞു. എനിക്കിനി ഒരു രീതിയിലും ഈ സ്ത്രീയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. ഇതാണ് അവർക്കുള്ള പ്രശ്നം. സജന പൂക്കുറ്റി ഒടുവില് സജനയുടെ സുഹൃത്തുക്കളോട് മനസ്സ് തുറക്കുവാണ്. എവിടെയെങ്കിലും ഇതൊന്ന് ഇറക്കി വെക്കണ്ടേ? ഓസ്കാർ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? വേദന തന്നെയല്ലേ. ഞാനിപ്പോ സ്റ്റുഡിയോയിലാണ്. ഇയാള് പിന്നെ ഉമ്മയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ഭയങ്കര ഒച്ചപ്പാടും ബഹളമൊക്കെ, ബ്രീത്ത് ചെയ്യാൻ പറ്റാണ്ടായി, ഭയങ്കര ആങ്സൈറ്റി ആയി. അങ്ങനെ ഞാൻ ടിക്കറ്റ് 11:10 ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തായിരുന്നു. അങ്ങനെ കൊണ്ടുപോകുന്ന വഴിക്ക് ഡോക്ടറെ കാണിക്കാനായിട്ട് വഴിക്ക് കൊണ്ടിറക്കി. അവിടെ കക്ഷി നിൽക്കാൻ പറ്റാത്ത തരത്തിൽ മറിഞ്ഞു വീണ റോഡിൽ ആൾക്കാരെല്ലാം കൂടെ കൂടി അവിടെ നിന്ന് ബുക്ക് ചെയ്തൊരു കസേരയിൽ ഇരുത്തി ഡോക്ടർ അവിടേക്ക് വിളിച്ചു വരുത്തി, നടു റോഡിൽ വിളിച്ചു വരുത്തി BP ഒക്കെ ചെക്ക് ചെയ്തപ്പോൾ പക്ഷേ ആങ്സൈറ്റി ആണെന്ന് പറഞ്ഞു. അവിടെ നിന്ന് ഒരു ഇഞ്ചക്ഷൻ കൊടുത്തു. അവിടെ നിന്ന് വീട്ടിൽ റൂമിൽ കൊണ്ട് സ്റ്റുഡിയോ കൊണ്ടുവന്നു. 6:30 ഫ്ലൈറ്റിലേക്ക് ട്രിവാൻഡ്രത്തേക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്റെ വീട്ടില് മൊത്തം പ്രശ്നങ്ങളാണ്. അല്ല, ഇപ്പൊ സാറിന്റെ അടുത്തുണ്ടോ അവള്? എന്റെ അടുത്തുണ്ട്. പക്ഷെ നിങ്ങൾ സംസാരിക്കണ്ട. ഇല്ല, ഞങ്ങൾ സംസാരിക്കില്ല. നിങ്ങൾ സംസാരിക്കണ്ട. പക്ഷെ നിങ്ങൾ തിരുവനന്തപുരത്ത് കക്ഷി വരും, നിങ്ങൾ പോയി കാണണം. കണ്ടിട്ട് ഞങ്ങൾ ഇനി ഒരു രീതിയിലും കണക്റ്റഡ് ആവില്ല സാർ. റിയലി സോറി സാർ. നിങ്ങൾ എങ്ങനെ ഡീൽ ചെയ്യണമെന്നോ എസ്പെഷ്യലി ഞാനാവില്ല. എന്താ വെച്ചാൽ ദിയയ്ക്ക് അയച്ച വോയിസ് മെസ്സേജിലുണ്ട് ഇക്കായ്ക്ക് എന്നോട് ദേഷ്യമാണെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ളടത്ത് പിന്നെ നമ്മൾ ഇക്കായ്ക്ക് വേണ്ടി പോലും ഞാൻ ഒന്നും ചെയ്തില്ല. കാരണം കഴിഞ്ഞ പ്രശ്നത്തിൽ ഇക്ക എന്നെ തെറ്റിദ്ധരിച്ച്, ഇക്ക ഒരു കാര്യം മനസ്സിലായി, കഴിഞ്ഞ പ്രശ്നത്തിൽ എന്നെ തെറ്റിദ്ധരിച്ച് ഇക്ക പറഞ്ഞെന്നാണ് പറയുന്നത് ഞാനാണ് കുഴപ്പങ്ങൾ ഉണ്ടാക്കിയെന്ന്. അത് അങ്ങനെയാണോ ഇക്ക? അങ്ങനെയാണോ? എനിക്കറിയത്തില്ല. നിങ്ങൾ എല്ലാവരും മാനിപ്പുലേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന കാര്യങ്ങൾ എനിക്കറിയത്തില്ല. ഇത് അറിഞ്ഞിട്ട് എന്റെ അമ്മ ബോധം കെട്ട് വീണ് ഈ ഹോസ്റ്റലിൽ കൊണ്ടുപോയി ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരുന്ന സമയമാണ്. ഞാൻ പറയട്ടെ അങ്ങനെയല്ല പറഞ്ഞിട്ടുള്ളത്. ഞാൻ പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ തവണ ഇവിടെ പോയൊരു കുരുക്കിൽ ചാടിയപ്പോൾ അന്നമ്മ എന്റെ നല്ല സുഹൃത്താണ്, എന്റെ നല്ലത് മാത്രം ആഗ്രഹിക്കുന്നത്. ഇവ എപ്പോഴും അന്നമ്മ എന്റെ അടുത്ത് ജസ്റ്റിഫൈ എങ്ങനെയാണ്? നിങ്ങൾ പറയുന്ന അവൾ കേൾക്കില്ല, നിങ്ങൾ പറയുന്ന അവൾ കേൾക്കില്ല. അവൾ എന്റെ സുഹൃത്താണ്, അവൾ എന്റെ നല്ലത് മാത്രമേ നോക്കുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു, നിന്റെ നല്ലത് മാത്രം നോക്കുന്ന നിന്റെ സുഹൃത്താണ്, കറക്റ്റ് ആണ്, നിന്റെ നോക്കുള്ളൂ. പക്ഷേ നമ്മളൊരു കുഴിയിൽ ചാടുമ്പോൾ നെല്ലും പതിര് പറഞ്ഞു കൊടുക്കണ്ടേ? നെല്ലും പതിരും പറഞ്ഞു കൊടുത്തായിരുന്നോ നമ്മളോടൊന്ന് ചോദിച്ചു നോക്കിയേ. ഇവള് മറ്റുള്ളവരുടെ അടുത്ത് പറഞ്ഞത്, ഞാൻ വേറൊരു കാര്യം കൂടെ, ഒരു മിനിറ്റ്, നെല്ലും പതിരും പറഞ്ഞു കൊടുത്തായിരുന്നോ എന്ന് ചോദിച്ചു നോക്കിക്കേ. എന്നിട്ടും ഞാൻ അവളുടെ കൂടെ നിന്നിട്ട് ഇന്നിപ്പോ ഞങ്ങൾക്ക് അയച്ച മെസ്സേജ് എന്നാണെന്നറിയോ? ഇക്കാടെ കൂട്ടത്തില് ഞങ്ങള് എന്താ പറയാ, അവൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങള് എന്താ പറഞ്ഞു കൊടുത്ത് അവളെ ഞാൻ ഇക്കാനെയും കൂടെ തെറ്റിക്കുവാണ്, ഞാൻ മാനിപ്പുലേറ്റ് ചെയ്ത് ഞാൻ ഇക്കാനെയും അവളെയും കൂടെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പല കാര്യങ്ങൾ ചെയ്യുന്നു. ഇവള് സ്പീക്കർ ഇട്ട് ഞങ്ങൾക്ക് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് മമ്മിക്ക് വയ്യാണ്ടായത്. അറിയാവോ ഇക്ക?
എന്റെ അമ്മയ്ക്ക് സ്ട്രോക്ക് വന്ന് കഴിഞ്ഞ പ്രാവശ്യം ഹോസ്പിറ്റലായിരുന്നു. ഇനി ഞാൻ അവളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കാരണം എനിക്ക് ഇനി നിങ്ങളുടെ ഇതിൽ ഇടപെട്ട് എനിക്ക് പഴി കേൾക്കാൻ വയ്യ. കാരണം എനിക്ക് എന്റെ ലൈഫ് ഉണ്ട്. ഞാൻ വളരെ സ്ട്രേറ്റ് ആയിട്ട് അല്ല, ഞാൻ ഇക്ക ഒരു കാര്യം മനസ്സിലാക്കണം. 10 വർഷം ഞാൻ ഇൻഡസ്ട്രിയിൽ നിന്നാലും ഞാൻ വളരെ സ്ട്രേറ്റ് ആയിട്ട്. എന്റെ ഫാമിലി അങ്ങനെ അല്ല. ഇക്കയുടെ ഫാമിലി വലുതല്ലേ. എന്റെ ഫാമിലി, എന്റെ കസിൻസ് ഫുള്ളി ഇപ്പൊ വീട്ടിൽ വന്നിട്ടുണ്ട്. ഇക്കൊക്കെ അറിയോ, ദിയ സാക്ഷിയാണ്. എന്നെ എല്ലാവരും പറഞ്ഞു, ഒരു പ്രാവശ്യം നിന്നെ സജന ദ്രോഹിച്ചതാണ്, നീ എന്തിന് തിരിച്ചു കയറ്റിയെന്ന് പറഞ്ഞിട്ട് എന്റെ കസിൻസ് കോട്ടയത്ത് നിന്ന് വരെ വന്നിട്ടുണ്ട്. അറിയാവോ? ഇവൾ എന്നോട് പറഞ്ഞെന്നറിയോ ഇപ്പൊ എന്റെ ലൈഫ് ഇടപെടരുതെന്ന്. പിന്നെ ഇവളുടെ ഉമ്മീനെ വിളിച്ചെന്ന്. ഇവൾ അവിടെ കിടന്ന് ഷാദിത്തനെ വിളിച്ച് ഞങ്ങൾ തിരിച്ച് കയറി വാ പട്ടീനെ പോലെ പറഞ്ഞു. ഞാനും ദിയേം പറഞ്ഞു. ഇവൾ കേൾക്കാണ്ടായപ്പോൾ ഞാൻ ഇവളുടെ ഉമ്മീനെ വിളിച്ചു. കാരണം എന്താ പറയുക, ഇവള് കാണിക്കുന്ന രീതി വെച്ചിട്ട് ഉമ്മയെങ്കിലും പറയുന്നത് കേട്ട് തിരിച്ചു വരട്ടെ എന്നും. പിന്നെ എന്റെ വീട്ടിൽ നിന്നാണ് പോയത്. ഇക്ക ഒരു കാര്യം മനസ്സിലാക്കണം. എന്റെ വീട്ടിൽ നിന്ന് അവിടെ പോയിട്ട് ഷാദിത്തെ ഇവളും നമ്മൾ ഷാദിത്തേക്ക് എന്ത് സംഭവിച്ചാലും ഇവർക്ക് എന്ത് സംഭവിച്ചാലും എനിക്ക് മനസാക്ഷി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഞാൻ ഇവളെ കൂടെ പുറപ്പിനെ പോലെയാണ് കണ്ടത്. ഇവൾ ഇന്ന് പറഞ്ഞ കുറെ വാക്കുകൾ ഇന്നിപ്പോ എനിക്ക് അയച്ച ഒരു വോയിസ് ഉണ്ട്. ഞാൻ ഇക്ക അയച്ചു തരാം. മാനിപ്പുലേറ്റ് ചെയ്ത് ഞാനാണ് മാനിപ്പുലേഷൻ ചെയ്യണത്. ഞാൻ ഇക്കാനെ ഇവളെയും കൂടെ തെറ്റിക്കുക. കഴിഞ്ഞ പ്രാവശ്യം ഇക്കാന്റെ അടുത്ത് ഇവളെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഒരു കോൺഫറൻസ് കോൾ ഞാൻ ഇക്കാന്റെ അടുത്ത് പറഞ്ഞു, ഇക്കോടെ എനിക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞു. ഇവൾ എന്റെ അടുത്ത് പറഞ്ഞ എന്താണെന്നറിയോ, ഞാൻ ഇപ്പൊ അവളെ കേൾപ്പിച്ചാലും കുഴപ്പമില്ല, അവളെ മുമ്പിൽ എന്ന് പറഞ്ഞു, ഇക്ക എന്നെ പറ്റി എന്നെ വിശ്വാസമില്ലെന്ന് പറഞ്ഞെന്ന്. ഞാൻ ഇക്കോടെ എന്തായാലും ഇവളെ പറ്റി മോശം പറഞ്ഞു തന്നേക്ക. ദൈവത്തിന് നിരക്കാത്ത എന്തെങ്കിലും കാര്യം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അല്ല ദൈവത്തിന് ഞാൻ ഈ നിമിഷം വരെ, ഞാൻ ദിയ ഉണ്ട്, എല്ലാവരും ഉണ്ട്, ഞാനൊരു കാര്യം പറയും, ഇന്ന് ഈ നിമിഷം വരെ അവള് നല്ലത് മാത്രം ആഗ്രഹിച്ച് കൂടെ നിന്നവളാ. പക്ഷെ ഇവൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ദൈവത്തിനും കർമ്മയ്ക്കും വിട്ടുകൊടുക്കുന്നത്. എന്നെ വേദനിപ്പിച്ചാൽ എല്ലാം വിഷമിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം ഞാൻ അത് കർമ്മയ്ക്ക് ഞാനൊരു കാര്യം പറയട്ടെ, ഒരു മിനിറ്റ്. 2 കാര്യങ്ങൾ എനിക്ക് ഇന്ന് നല്ല രീതിയിൽ പ്രശ്നം ഉണ്ടാക്കി. ഞാൻ ഒരിക്കലും സജനയായിട്ട് കണക്ഷൻ ഉണ്ടാവില്ല എന്ന് തീരുമാനം എടുത്ത സമയം അതായിരുന്നു. രാവിലത്തെ കോൾ വന്ന സമയത്ത് അവൾ എന്റെ അടുത്തുന്നുണ്ടെങ്കിൽ എനിക്ക് റിലേഷൻഷിപ്പ് തുടരണ്ട, എനിക്ക് 3 കോടി മതി. 1. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞത് അവളോട് പറഞ്ഞു, നീ പ്രശ്നം ഉണ്ടാക്കല്ലേ, അവർക്ക് ഏതെങ്കിലും രീതിയിൽ വല്ലത് പറ്റിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ സമാധാനം പറയേണ്ടി വരും. എന്റെ പൊന്നു മോളെ, നീ കാല് പിടിച്ച് പറയണം, നീ വാന്ന് പറഞ്ഞു പറയണേ, അവർ മരിച്ചാലും എനിക്ക് പ്രശ്നമില്ല. ഈ 2 സ്റ്റേറ്റ്മെന്റ് കേട്ടതോടുകൂടി ഞാൻ അവളുടെ മനസാക്ഷിയെ ഞാൻ മനസ്സിലാക്കി. എനിക്ക് അങ്ങനത്തെ മനുഷ്യ പറ്റില്ലാത്ത ഒരാളുമായിട്ട് ഒരു തരത്തിലുള്ള ഒരു ബന്ധവും എനിക്ക് വേണ്ട. പിന്നെ ഈ അന്നമ്മയും ഞാനും ആകെ കാണുന്നത് ലാസ്റ്റ് ടൈം തിരുവനന്തപുരത്ത് വന്ന സമയത്താണ്. അവൾ എനിക്ക് ഒരു വോയിസ് മെസ്സേജ് അയച്ചിരിക്കുന്നത്, നീ അന്നമ്മേനെ പറ്റി പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ ഇതുവരെ അവളുടെ അടുത്ത് പറഞ്ഞിട്ടില്ലെന്ന്. എനിക്ക് ഈ പറഞ്ഞ അന്നമ്മയായിട്ട് പോലും എനിക്ക് ബന്ധമില്ല. ഞാൻ സജിന ഉണ്ടെന്ന് കരുതിയിട്ടാണ് അന്നമ്മയുടെ ഫ്ലാറ്റിൽ പോലും വന്നത്. ഞാൻ ഇന്ന് ഈ നിമിഷം ഇവിടെ നിന്ന് മാറും. എനിക്ക് അന്നമ്മയല്ല, എനിക്ക് ഇമ്പോർട്ടൻസും ഇല്ല അന്നമ്മ. ഞാൻ അവളെ മുമ്പിൽ ഇരുന്ന് തന്നെ അത് പറയുന്നത്. പക്ഷെ അവള് ഓരോ സാധനങ്ങളും ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സാധനം കാണുമ്പോൾ എന്നോട് നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിച്ചും എന്റെ ലൈഫിലാണ് അത് പ്രശ്നമായിക്കൊണ്ടിരിക്കുന്നത്. ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ രണ്ടുപേരും കാര്യം മനസ്സിലായി. നിങ്ങൾ രണ്ടുപേരും അയാളുടെ സുഹൃത്തുക്കളാണ്. എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റുന്ന എനിക്ക് അറിയത്തില്ല സാർ. ഞങ്ങളിപ്പോ പറയാണ്, ഷാദിത്തായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർക്ക് എന്തെങ്കിലും സഹായം നമ്മളിൽ നിന്ന് ആവശ്യമുണ്ടോ? ഞാൻ ഇപ്പോഴും നിങ്ങളൊപ്പം അല്ല നിൽക്കുന്നത്. ഞാൻ പറയുന്നത് കാരണം നിങ്ങളും കൂടെ കാരണം തന്നെയാണ് അവളുടെ റിലേഷൻഷിപ്പിനകത്തുള്ളത്. അത് നിങ്ങൾ മാത്രം തീരുമാനിച്ച് എന്താണെന്ന് വെച്ചാൽ ആയിക്കോ. പക്ഷെ ഒരു സ്ത്രീയും 2 മക്കളും ഇത് അനുഭവിക്കുമ്പോൾ ആസ് ആൻ ആക്ടിവിസ്റ്റ് ഞാൻ എന്റെ എത്തിക്സ് എന്ന് പറയുന്നത് ഇതല്ല. എന്റെതെന്ന് പറഞ്ഞാൽ ഞാൻ അവരൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് സാർ എന്റെ അടുത്ത് പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു, സാർ അവർ എന്താവശ്യപ്പെട്ട് സംസാരിച്ചാലും ഞാൻ അവരൊപ്പം നിൽക്കും എന്ന് പറഞ്ഞത്. ഞാൻ ഒരിക്കലും നിങ്ങളൊപ്പം അല്ല നിൽക്കുന്നത്. പക്ഷേ ആ സ്ത്രീക്കൊപ്പം ഞാൻ നിൽക്കും, നിങ്ങളുടെ ഭാര്യയ്ക്കൊപ്പം ഞാൻ നിൽക്കും. അവർ അത്രയും കണ്ടീഷനിൽ ഹെൽത്ത് പ്രശ്നമായി നിൽക്കുന്ന അവരെ കൺസിഡർ ചെയ്യാൻ പറ്റാത്ത സജനയുടെ മനസ്സാക്ഷി എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ പറഞ്ഞുതരാം സാർ, അവൾ ആൻസൈറ്റിയോ അവൾ പ്രശ്നമോ അവളെ ഞങ്ങളടുത്ത് മെസ്സേജ് അയച്ചു അവൾ ആത്മഹത്യ വേണം, ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. ഞാൻ അങ്ങനെ ഇനി ഒന്നുകൂടെ എന്റെ അടുത്ത് വന്നാൽ ഞാൻ അപ്പൊ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചറിയിക്കും. എന്റെ ഒരു ഫ്രണ്ട് ഇന്നടുത്തുണ്ട്, അവൾ എന്റെ അടുത്ത് ആത്മഹത്യ ചെയ്യാണെന്ന് പറയുന്നത്. സാർ ആ കുട്ടിയെ രക്ഷിക്കണം, എനിക്ക് ഇതേ ലാസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പുറത്തൊന്നുമില്ല സാർ. നമ്മൾ പറഞ്ഞാൽ ഇതുവരെയും സാറിന്റെ അടുത്ത് ഈ രീതിയിൽ ഞാൻ സാറിന്റെ അടുത്ത് ഒപ്പോസ് ചെയ്ത് ഒരു തരത്തിലും ഞാൻ സംസാരിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് വളരെ വലിയ വിഷമം ഉണ്ടാക്കിയ സാഹചര്യമാണ്. കാരണം അവളുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നം ഉണ്ടാക്കരുതെന്ന് കരുതിയിട്ടാണ് അവൾക്ക് ഒപ്പം ഞങ്ങൾ നിന്നിട്ടുള്ളത്. അവൾ ഇന്ന് കുറ്റിക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്, ഇവരെ വരെ പറയാൻ വിടുന്നില്ല. പറഞ്ഞത് അവളുടെ ഹെൽത്തിനെ ഒരു മിനിറ്റ് സാറേ, ഏത് അവസരം ആരായിരുന്നു നിനക്ക് എന്താ ദിയാണ് സംസാരിക്കുന്നത്? ദിയ എന്തിനാണ് എന്റെ ഫ്രണ്ട്സിനെ സംസാരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ശബ്ദം ഉണ്ടാക്കരുത്, ഒച്ചയുണ്ടാക്കരുത്, ശബ്ദം ഉണ്ടാക്കരുത്, ഒച്ചയുണ്ടാക്കരുത്. കേട്ടല്ലേ? നിങ്ങൾ ഫോൺ വെക്കും. ഞാനിപ്പോ ഏത് അവസ്ഥയിലാണ് തിരിച്ചുകൂടെ കൊണ്ടുപോയി തിരിച്ചിരിക്കുന്നത് കാര്യം. നിങ്ങളിപ്പോ സമാധാനമായിട്ടിരിക്കും. ഞാനൊരു കാര്യം പറയട്ടെ, ഇവള് കിടന്ന് കാണിക്കുന്ന സാധനത്തിനകത്ത് നിങ്ങൾ വീണ്ടും നിന്ന് കൊടുക്കട്ടെ. നിങ്ങൾ ഓൾറെഡി ഇപ്പൊ പ്രശ്നത്തിലായിട്ടുണ്ട്. നിങ്ങൾ അവളെ വഴിക്ക് വിട്ടിട്ട് അവളെ കയറ്റി വിടാൻ നോക്കും. നിങ്ങൾ കാര്യം നോക്കും. ഇതിൽ എന്തെങ്കിലും അതാണ് എന്ത് വന്നാലും സഹിക്കാൻ തയ്യാറാണ്. 3 കോടി കഥ ഇപ്പൊ കാണിച്ചു തരാം. ഇല്ല ഞാൻ പറഞ്ഞിട്ടുണ്ട്, അയാളുടെ ഫാമിലിയെ വേണ്ടെങ്കിൽ അയാൾ ഇന്ന് 3 CR ഇന്ന് ഇവിടെ കൊണ്ടുവരണം. എനിക്ക് പൈസ മതി മോനെ. എനിക്ക് ഇനി എന്തായാലും ഇങ്ങനെ വേണ്ട. എനിക്ക് എന്റെ കുഞ്ഞുങ്ങളുമായിട്ട് എനിക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കണം. എന്റെ പൊന്നു ദൈവമായിട്ടാ മോനെ അതൊക്കെ വേണ്ടെന്ന് വെച്ചത്.
ഇല്ലല്ല അപ്പുറത്തെ റൂമിൽ ഇരിപ്പുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഇവിടുന്ന് ഇറങ്ങുകയാണെങ്കിൽ ഒന്നല്ലെങ്കിൽ എങ്ങനെ ഷാദിയ എന്നുള്ളത് അയാളെ ഫാമിലിയും അയാളെ അഭിമാനമാണ് വരുന്നത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അയാളുടെ ഭാര്യയ്ക്ക് ഇല്ലാത്ത ഒരു വിഷമം നിനക്ക് എന്തിനാന്ന് ചോദിക്കും സമൂഹം. അല്ലല്ല എന്റെ അഭിമാന പ്രശ്നമല്ലേ അന്നമ്മ. എന്നെ ഇത്രയും ചോദിച്ച് എനിക്ക് എന്ത് നഷ്ടം വന്നാലും കുഴപ്പമില്ല അന്നമ്മ. എനിക്ക് ഇതിനകത്തൊന്നും ഒരു നഷ്ടം വന്നാലും കുഴപ്പമില്ല. ഒന്നല്ലെങ്കിൽ ഈ ലോകം മുഴുവൻ അയാൾ അറിയണം. ഇയാള് വൃത്തികേട് ഏതായാലും ഫിറോസ് വരെ പറഞ്ഞതാ ഇവന്റെ കുറെ എല്ലാം പൊക്കിയിട്ടുണ്ട്. അല്ലല്ല അത് കുഴപ്പമില്ല. ഞാൻ ഫിറോസുമായിട്ട് ഡിവോഴ്സ്ഡ് ആയിട്ടില്ല. റസൂൽ പൂക്കുട്ടിക്കാണെങ്കിൽ വേറെ ഒരു ഭാര്യയും മക്കളുമുണ്ട് ലീഗലായിട്ട്. ആ സ്ത്രീയെ കൊല്ലാനാണ് ഇപ്പോൾ ഇവളി ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അവരാണെങ്കിൽ ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആണെന്നൊക്കെയാണ് മീഡിയയിൽ നിന്നും അറിയാൻ പറ്റിയത്. അപ്പോൾ ഇനിയിപ്പോൾ അവർ ചത്താലും പെറ്റാലും ഇവക്ക് പ്രശ്നമില്ല. ഇവക്ക് ഒന്നുകിൽ 3 കോടി കിട്ടണം, അതല്ലെങ്കിൽ അവൾ ചാവണം, അതല്ലെങ്കിൽ അവരെ ഒഴിവാക്കണം. ഇവക്ക് റസൂൽ പൂക്കുട്ടിയുടെ രാജ്ഞിയായിട്ട് കാലാകാലവും വാഴണം. റസൂൽ പൂക്കുട്ടി ആരാ മോനെ? ഫ്ലവർ കുറ്റിയുടെ ഫ്ലവർ അടിച്ച് തെറിപ്പിക്കുന്നുണ്ട് ആൾക്കാർ. അതൊക്കെ പോയി കടന്നാലും പോകത്തില്ല. ഇത് അവസാനിക്കുന്നത് ഇത് തന്നെയായിരിക്കും. ഒന്നല്ലെങ്കിൽ എന്റെ തല പോകും. എന്റെ കൊച്ചുകളെ സേവ് ആക്കിയിട്ട് ഞാൻ എന്തായാലും പോകത്തുള്ളൂ. 3 CR എനിക്ക് അയാൾ തന്നില്ല. നിയമപരമായിട്ട് എന്തെങ്കിലും കുഴപ്പമില്ലെന്ന് ഞാൻ എന്റെ അനുഭവിക്കുന്നത്. അതൊന്നും എനിക്ക് ഒരു വിഷയമല്ലെന്ന് പറഞ്ഞില്ല എന്നമ്മ. 3 കോടി കിട്ടാനൊക്കെ എത്ര കഷ്ടപ്പാടാണെന്നൊക്കെ. സജന 3 തവണയാണ് ഗർഭം ധരിച്ചത് പൂക്കുറ്റിയിൽ നിന്ന്. പൂക്കുറ്റി വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ടും അല്ല വേണം വേണം എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് പിടിച്ചു വാങ്ങി ഒഴിച്ചു എന്നൊക്കെയാ പറയുന്നറിയില്ല. എന്തായിരുന്നാലും പൂക്കുറ്റി ഈ വിവരം വളരെ വ്യക്തമായിട്ട് സജനയുടെ ഉമ്മയോട് വിശദീകരിക്കുന്നുണ്ട്. എങ്ങനെയാണ് മകൾക്ക് ഗർഭമുണ്ടായത്, ഞാൻ എന്താണ് ചെയ്തത്, അവൾ എന്താണ് ചെയ്തതെന്നൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. തള്ളയൊക്കെ വിശദീകരിച്ച് ചോദിക്കുന്നുണ്ട്. ഇരിക്കട്ടെ. അപ്പോൾ 3 തവണ ഗർഭം ധരിച്ചു. അപ്പം 3 9 കോടി രൂപ. എല്ലാം കൂടി പ്രസവവും കുറേ മീഡിയയിലേക്ക് കുറേ ബുദ്ധിമുട്ടുണ്ടല്ലോ. അതുകൊണ്ട് എല്ലാം കൂടി സജന പൂക്കുറ്റിയോട് ചോദിച്ചത് 3 ഗർഭത്തിന് അലസിപ്പിച്ചതും നിലനിർത്തിയതും അലസിയതും എല്ലാം കൂടി ചേർത്ത് 10 കോടി. അതിന് റസൂൽ പൂക്കുറ്റി കൊടുത്തത് എന്തോ നാക്കാപ്പിച്ച. സെപ്റ്റംബർ onwards almost 40 lakhs. അത് കൂടാതെ ഡയമണ്ട് റിങ്, മോതിരം, വാച്ച്, കുട്ടികളുടെ ലോക്കറ്റ്, ലോക്കറ്റ്, മാല, എല്ലാം ഇതൊക്കെ ജീവിതത്തിൽ ഒരു മനുഷ്യന് ഒരു സാധനമാണ് ചോദിക്കില്ല. അത് തന്നെ 10 ലക്ഷം രൂപ. ഏതോ ഒരു ദുർബല നിമിഷത്തിൽ ഒന്ന് കളിച്ചു പോയി എന്നതിന്റെ പേരിൽ, ഒരു കളിയല്ല, കളിച്ചു പോയി എന്നതിന്റെ പേരിൽ ഡയമണ്ട് ലോക്കറ്റ്, പിന്നെ 10 പവന്റെ അല്ലാത്ത മാല, ലോക്കറ്റ്, വാച്ച്, ഒരിക്കൽ 39 ലക്ഷം, ഒരിക്കൽ 40 ലക്ഷം, ഒരിക്കൽ 3 കോടി. ഓ കള്ളവെടിക്കൊക്കെ ഭയങ്കര പൈസയാണ് അല്ലയോ. എന്റെ വൈഫിന് തീരെ സുഖമില്ലാതായി. ഇന്നലെ സ്കാനിങ് ചെയ്തപ്പം ബ്രെയിനിന് കംപ്രഷൻ ആയിട്ടുണ്ട്. അത് സീരിയസ് ആണ്. ഭാര്യയ്ക്ക് ബ്രെയിൻ ട്യൂമർ ആണ്. അപ്പോൾ ഏതാണ്ട് ഭാര്യ തട്ടിപ്പോകും എന്ന് മനസ്സിലായ ഉടനെ തന്നെ റസൂൽ പൂക്കുറ്റി ഒരു സബ്സ്റ്റിറ്റ്യൂട്ടർ എടുത്തതാ. പക്ഷെ 2-3 പേരെ തേച്ചിട്ട് വന്ന ആളാണ് സജന. സജനയ്ക്ക് 4മതോ 5മതോ ഒരാളെ തേക്കാൻ യാതൊരു പ്രയാസവും ഇല്ലാന്ന് സജന തെളിയിച്ചു. അടുത്ത് സജനയുടെ പുതിയ നാടകവുമായിട്ട് സജന രംഗപ്രവേശനം ചെയ്തിട്ടുണ്ട്. പുതിയ നാടകം, നല്ല അഭിനേത്രിയാണ്. ആക്ട്രസ് അല്ലേ, പല വികാരങ്ങളും പല എക്സ്പ്രഷനും കാണിക്കുന്നതാണല്ലോ ആക്ട്രസ്. ഇപ്പൊ കരഞ്ഞതല്ല, കരച്ചിലൊക്കെ സജന നീക്കി വെച്ചിരിക്കുക. ഇപ്പൊ അടുത്ത കോൺട്രവേഴ്സി, അടുത്ത വീഡിയോ വോയിസ് റെക്കോർഡൊക്കെ ആയിട്ട് ദിയാസന വന്നിട്ടുണ്ടല്ലോ. ദിയ, താങ്ക് യു സോ മച്ച്. കാരണം ദിയയുടെ പേരിൽ ഞാനും അദ്ദേഹം ഒരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവള് റിജക്ട് ചെയ്ത് അവിടെ പറഞ്ഞിരിക്കുന്നത് ദിയാസനയ്ക്ക് അങ്ങനെ ഒരു വോയിസ് റെക്കോർഡും കാര്യങ്ങളും ഒന്നും ദിയയുടെ കയ്യിലില്ല എന്ന് പറഞ്ഞൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പം വീണ്ടും ദിയ ഞങ്ങൾക്ക് തെളിവ് സഹിതം കൊണ്ടിട്ട് തരുവാണ്. ദിയയുടെ കയ്യിൽ ഞങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള വോയിസ് റെക്കോർഡുകൾ, ഞങ്ങളുടെ പല കാര്യങ്ങളും ദിയയുടെ കയ്യിലുണ്ടെന്നുള്ള തെളിവുകൾ നിങ്ങൾക്ക് എനിക്ക് മനസ്സിലായി. കാരണം ഫിറോസ് ഖാൻ ഒരു വോയിസ് റെക്കോർഡ് കൊണ്ട് ഇറക്കുന്നു, എൻ്റെ അദ്ദേഹത്തിന്റെ പേഴ്സണൽ ആയിട്ടുള്ളൊരു കാര്യം. അത് തികച്ചും ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പറ്റിയൊരു മണ്ടത്തരമാണെന്ന് ഞാനത് തുറന്നു പറഞ്ഞു. ഞാനത് എൻ്റെ ഫ്രണ്ട്സിനെ വിശ്വസിച്ച് ഞാൻ ഇട്ടുകൊടുത്ത സാധനമാണ് പുറത്ത് വന്നത്. ഇപ്പം റസൂൽ ഖാൻ അവരോട് സംസാരിച്ച സാധനം റെക്കോർഡ് ചെയ്തിട്ട് അതിട്ടേക്കുന്നു.
ഞങ്ങൾ തമ്മിലുള്ള ആർഗ്യുമെന്റ്സ്, ഞാനത് പറഞ്ഞിട്ടുണ്ടല്ലോ, ഞങ്ങൾ തമ്മിലുള്ള ആർഗ്യുമെന്റ്സ് അങ്ങ് എക്സ്ട്രീം ലെവലിൽ പോയി. ആദ്യത്തെ ആ വോയിസ് റെക്കോർഡിന് അത്രയൊന്നും ഇല്ലെന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലേ? അത്രയും അഗ്ലി സംസാരങ്ങൾ വരെ ഞങ്ങൾ പേഴ്സണലായിട്ട് സംസാരിച്ച വോയിസ് റെക്കോർഡ് ഇറങ്ങിയത്. അപ്പം ആ ദേഷ്യത്തിൽ എനിക്ക് പറഞ്ഞ കുറെ മാറ്റർ, ഇത് കുറെ പഴയതാട്ടോ. ആ സമയത്ത് എന്റെ വോയിസ് റെക്കോർഡ് ഇറങ്ങിയ സമയത്തുള്ള സാധനം തന്നെയാണ്. ഇനി നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നത് സൂപ്പുകുട്ടി ഇപ്പോൾ അടുത്ത് വന്ന് വോയിസ് റെക്കോർഡ് സച്ചിനയ്ക്ക് പകരം ഇട്ടു എന്ന് പറഞ്ഞ കുറെ ആൾക്കാരുണ്ട്. അങ്ങനത്തെ ഒരു വോയിസ് റെക്കോർഡ് അല്ല. അദ്ദേഹം വന്നൊരു ലൈവോ അല്ലെങ്കിൽ അദ്ദേഹം ഒരു വീഡിയോ വന്ന് ചെയ്യട്ടെ ഇപ്പം. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഇത് തന്നെ ഞങ്ങൾ കുറെ പേഴ്സണലായിട്ടുള്ള ഫോട്ടോസും എന്ന് പറയുമ്പോൾ നിങ്ങൾ വേറെ രീതി ചിന്തിക്കേണ്ട, ഞങ്ങൾ രണ്ടുപേരും ചിന്തിക്കുന്ന ഫോട്ടോസ് ലീക്ക് ആയിട്ടുണ്ടല്ലോ അത്, പിന്നെ ഞങ്ങളുടെ വോയിസ് റെക്കോർഡുകൾ, ഞങ്ങളുടെ കുറെ തെളിവുകൾ, ഇതെല്ലാം നമ്മുടെ കയ്യിലുണ്ട്. ദിയാസന, ആൻമരിയ, പിന്നെ വീണ നായർ ഇതുപോലെ തന്നെ ഒരു വിളിച്ചിട്ടുണ്ട്. ഇതിന്റെ തെളിവുകൾ എന്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒന്നുമില്ല. അത് വീണ നായർ ചുമ്മാ എന്നെ സൂര്യ വന്നിട്ടുണ്ട്. പിന്നെ ഫിറോസ് ഖാൻ, ഓഫ്കോഴ്സ് ഫിറോസ് ഖാൻ്റെ കയ്യിൽ, പിന്നെ ഒരു മീഡിയക്കാരൻ പയ്യൻ്റെ കയ്യിൽ. ഞാൻ അവനിപ്പോൾ പിടിച്ചിരുന്നില്ല, സാഹചര്യം വരുമ്പോൾ ഇവരെല്ലാം ഞാൻ വിളിയെടുത്തു. അങ്ങനെ ഞങ്ങളിട്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സംഭവം ഞങ്ങൾ കൊണ്ട് കേസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ എന്നാണല്ലോ ആദ്യം പറഞ്ഞത്. അപ്പം ഈ വോയിസ് റെക്കോർഡ് ഇറങ്ങിയത് വീണ്ടും ഞാൻ പറയുന്നു, ഇനിയും ദിയയുടെ പലതും ഉണ്ട്. അതായത് ഈ വോയിസ് റെക്കോർഡ് എന്നെ കേൾപ്പിച്ചപ്പോൾ ഉള്ള ട്രിഗറിലാണ് ഞാൻ ഇക്കാലത്ത് നടന്ന ആർഗ്യുമെന്റ്, ഞങ്ങൾ തമ്മിലുള്ള വഴക്കാണ് ആദ്യം കേട്ട വോയിസ് റെക്കോർഡ്. മനസ്സിലായല്ലോ? അപ്പം ഞങ്ങളുടെ ഇടയ്ക്ക് നിന്ന് കളിച്ച് ഇത് മൊത്തം റെക്കോർഡ് ചെയ്യണമെങ്കിൽ വെൽ പ്ലാൻഡ് അല്ലേ ഇവര്? അതായത് നെക്സ്റ്റ് ഞങ്ങളെ ഭീഷണിപ്പെടുത്താനോ അല്ലെങ്കിൽ ഞങ്ങളെ ഇത് പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഞങ്ങളെ ഇതിനകത്ത് ആക്കണമെങ്കിൽ ഇവർക്ക് ഞങ്ങൾ തക്കതായ വാശിയുണ്ടല്ലോ, ദേഷ്യമുണ്ടല്ലോ. അതിനുള്ള കാരണമാണ് ഞാൻ വീണ്ടും പറയുന്നത്. അവർക്കൊന്നുമല്ല എൻ്റെ അടുത്ത് ഞാൻ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം തർക്കിച്ചതും എൻ്റെ വീട്ടിൽ അതൊന്നും വന്ന് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ ഇല്ലീഗൽ സാധനങ്ങളെല്ലാം പറഞ്ഞ എൻ്റെ ദിയയ്ക്കുള്ള ദിയാണ് ഇവരെല്ലാം ഇളക്കി ഇതുണ്ടാക്കി കൊണ്ട് വന്നിട്ടുള്ളത്. അപ്പം വേറെ ഒന്നുമല്ല, ഇത് നേരത്തെ പറഞ്ഞതിലപ്പുറം ഒന്നും എനിക്കിത് ഈ വീഡിയോക്ക് അത് എക്സ്പ്ലനേഷൻ പറയാനേ ഇല്ല. പിന്നെ ദിയ, ഇനി പല വോയിസ് റെക്കോർഡ് കൊണ്ടുവരും. കാരണം എന്തിനാ? ദിയയുടെ MDMന്റെ കാര്യം മറയ്ക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാൻ പറയുന്നു, ദിയ നീ എത്ര വോയിസ് റെക്കോർഡ് കൊണ്ടുവന്നാലും സബ്ജക്ട് മാറ്റണ്ട. നീ ഇപ്പോൾ വെല്ലുവിളിച്ചെന്ന് പറഞ്ഞല്ലോ, എവിടെ ഏതൊക്കെയോ വീട് ഞാനൊന്നും കാണുന്നില്ല, കാരണം ഇച്ചിരി ബിസി ആയിപ്പോയി. അപ്പം ദിയ എവിടേക്കോ പറഞ്ഞു, അവള് വരാം, ചെക്ക് ചെയ്യാൻ വരാമെന്ന് പറഞ്ഞു. എന്റെ ദിയ, ഇത് ഞാൻ നാട്ടുകാരെ കേൾപ്പിക്കാനല്ല ഇത് പറയുന്നത്. ദിയ, നിന്നെ മനസ്സിലാക്കാൻ നീ ഏതൊക്കെ രീതി മൂവ് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഞാൻ അറിയുന്നു എന്നുള്ള തെളിവാണ്. 2 ദിവസം മുന്നേ ദിയ ഏതൊരു ഡോക്ടറെ വിളിച്ചിട്ട് 3 മാസം മുന്നേ ഒരു സാധനം ഇങ്ങനെ നടന്നത്, അത് ബോഡി കാണുമോ, ചെക്കപ്പ് ചെയ്ത് ഞാൻ കാണുമോ എന്നൊരു കാര്യം ചോദിച്ചത്, അതെന്റെ കയ്യിലെത്തിയിട്ടുണ്ട് ദിയ. അത് ഇതിപ്പം നാട്ടുകാരെ കേൾപ്പിക്കാനോ നിങ്ങൾക്ക് പറഞ്ഞു കേൾപ്പിക്കാനല്ല, ദിയയ്ക്ക് മനസ്സിലാക്കാൻ ഞാൻ അതുവരെ ഇവിടെ അറിയുന്നുണ്ട്. അപ്പം നേരത്തെ വ്യക്തമായിട്ട് പറയുക ദിയാസന, 3 മാസം മുന്നേ അല്ല, ഫെബ്രുവരി 15-ാം തീയതി 12-നും 12:30-ക്കും 1 മണിക്ക് ഇടയ്ക്കാണ് നീ ഈ സാധനങ്ങൾ ചെയ്തിരിക്കുന്നത്. വ്യക്തമാക്കി. ഇനി ഏതെങ്കിലും ഡോക്ടറിനെ വിളിച്ച് ചോദിക്കുമ്പോൾ ഈ ഡേറ്റ് പറഞ്ഞിട്ട് വേണം ചോദിക്കാൻ. എൻ്റെ മോളെ ഒരു 3-4 വർഷം എൻ്റെ അറിവിൽ ഞാൻ ചോദിച്ചത് 3-5 വർഷം 6 വർഷം എത്ര വർഷം ഇത് കാണും, ഹെയറിൽ ഇത് ചെക്ക് ചെയ്താൽ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ 1 വർഷത്തിനകത്ത് ഈ കാര്യങ്ങൾ അറിയാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. അപ്പം ഈ സാധനം പുള്ളിയിൽ നിന്ന് പോകത്തില്ല മോളെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ. നീ അതുകൊണ്ട് ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞത് കൊണ്ട് എവിടെയാണ് വരേണ്ടത്? സജിന ചേച്ചി വരാം, സജിന ചേച്ചിയുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണ്ടേ, അല്ലെങ്കിൽ ഹെയർ എടുത്ത് ചെക്ക് ചെയ്യണ്ടേ? അപ്പം നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ടെസ്റ്റ് ചെയ്യാം ഉടനെ തന്നെ. ഈ പറഞ്ഞ വാക്ക് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. എടി വീണ്ടും ഞാൻ പറയുക, നീ വന്ന് ടെസ്റ്റ് ചെയ്തില്ലെങ്കിൽ മോളെ ഞാൻ നിന്നെ മരണം വരെ വെറുതെ വിടത്തില്ല. നീ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പം നിന്റെ കൂടെ നിന്ന ആ പയ്യനും നീയും കൂടെയാണ് ചെയ്തത്. ആ പയ്യനെ വിളിച്ചിരുന്നില്ല അതിനകത്ത്. പിന്നെ ബിഗ് ബോസ് താരം 2 പേര് അവരും ഇത് സാക്ഷിയാണ്. അവരെയും നിർബന്ധിച്ചതാണ്. എൻ്റെ മക്കൾ സത്യം അവർ കഴിച്ചിട്ടില്ല, അവരും ചെയ്തിട്ടില്ല ഇത്. പക്ഷേ ഇവള് നിർബന്ധിച്ചപ്പം അവരത് പറഞ്ഞില്ല. ഞങ്ങൾ ഇതെല്ലാം നിർത്തി കുറെ കാലമായെന്ന് അവർ പറഞ്ഞത്. അപ്പം ദിയാസന, ഇത് പറഞ്ഞില്ലേ അവരുടെ മനസ്സിലുണ്ടല്ലോ ഇത്ര വലിയ കളിയാണെന്നുള്ളത്. പിന്നെ നീ പറഞ്ഞത് നീ ആണെങ്കിൽ നീ ഈ സാധനത്ത് നീ ചെയ്തില്ലെങ്കിൽ നീ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അവിടെ നിന്നിട്ട് ഞാൻ ഇപ്പം ചെയ്ത് കാണിക്കും എന്ന് പറയുന്ന ഒരാൾ എന്തുകൊണ്ട് ചെയ്യുന്നില്ല? വാ ടെസ്റ്റ് ചെയ്ത് കാണിക്കും മോളെ. നീ ആരാണെന്ന് തെളിയിക്കും മോളെ. രോഗം നിന്നെ ഒരുത്തേ പിടിച്ചാൽ എത്ര പേരിനകത്ത് തോന്നുന്നറിയോ? അതുകൊണ്ട് നിന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒത്തിരി പേരാണ് സർ. എല്ലാവർക്കും ഞാനൊരു കാര്യം പറയുക, ഇവളുടെ കോൾ റെക്കോർഡും അവളെ കോൾ ലിസ്റ്റും എടുക്കണം. അതിലെടുത്തു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള മാഫിയകളെല്ലാം വെളി വരും. കാരണം ഇവള് കോൾ വിളിക്കുന്നതും ഇവള് കച്ചവടം ചെയ്യുന്ന എല്ലാത്തിൻ്റെ ആൾക്കാരുടെ റെക്കോർഡ്സും കാര്യങ്ങളും ഇവളെ കോൾ ലിസ്റ്റ് എടുത്തിട്ട് അവരെ ഫോളോ ചെയ്താൽ ഞാൻ കറക്റ്റായിട്ട് കിട്ടും. അതുകൊണ്ട് അതും ഈ പറയുന്ന നിയമ നടപടികൾ എടുക്കുന്ന ആൾക്കാർ തീർച്ചയായിട്ടും എടുക്കണം. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് സജന വീണ്ടും വരുന്നതായിരിക്കും. അടുത്ത വോയിസ് കേൾക്കാനും. ഓക്കെ, ബൈ. എന്നിട്ട് ഇതെന്തോ ആശുപത്രിയിലാണെന്നൊക്കെയാണല്ലോ ഇപ്പൊ പൂക്കുറ്റി പറഞ്ഞത്. നടു റോഡിൽ കിടന്നെന്തൊക്കെയോ അട്ടഹാസം കാണിച്ചെന്നോ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തെന്നോ ഒക്കെ പറയുന്നത് കേട്ടിട്ട് ഒന്നും അങ്ങോട്ട് തിരിയുന്നില്ലല്ലോ അല്ലേ പൂക്കുറ്റിയുടെ ഒരവസ്ഥ. അയ്യോ, ഫ്ലവർ കുറ്റി പെട്ടു.